ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ശ്രീനഗറിൽ നിന്ന് ഗുൽമാർഗിലേക്കാണ് പോകുന്നത്. ഈ നേരെ കാണുന്നത് ഒരു ആപ്രിക്കോട്ടിൻ്റെ മരമാണ്. അവിടെ താഴത്ത് കുറച്ച് ആപ്രിക്കോട്ട് മരങ്ങളെല്ലാം നിൽക്കുന്നുണ്ട്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ ആപ്രിക്കോട്ട് മരങ്ങളെപ്പറ്റി നമുക്ക് കാണാം. ഇവിടെ നിന്ന് ശ്രീനഗറിൽ നിന്ന് ഗുൽമാർഗിലേക്ക് 51 കിലോമീറ്റർ ദൂരമാണുള്ളത്. ഗുൽമാർഗ് എല്ലാം കണ്ട് അവിടെ നിന്ന് വീണ്ടും ശ്രീനഗറിൽ വന്നിട്ട് വേണം സോനാമാർഗിലേക്ക് പോകാൻ. ഇന്ന് സോനാമാർഗിൽ നൈറ്റ് സ്റ്റേ ചെയ്യണമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ശ്രീനഗറിൽ നിന്ന് സോനാമാർഗിലേക്ക് 80 കിലോമീറ്റർ ദൂരവുമുണ്ട്. അപ്പോൾ നമ്മൾ ഗുൽമാർഗിലേക്ക് ഉള്ള യാത്രയിലാണ്. നല്ല റോഡിൻ്റെ സൈഡുകളിലെല്ലാം പൈൻ മരങ്ങളും അതേപോലെ തന്നെ കൃഷി ചെയ്യുന്ന പ്രദേശങ്ങളും വാൾനട്ട് ഉണ്ടായി നിൽക്കുന്ന ചില പച്ചയായിട്ടാണ് ഉണ്ടായി നിൽക്കുന്നത്. വാൾനട്ട് ഉണ്ടായി നിൽക്കുന്ന പ്രദേശങ്ങളുമെല്ലാം കണ്ട് ഇവിടുത്തെ ഈ ഗ്രാമീണ ജീവിതം എല്ലാം കണ്ട് നമ്മൾ അങ്ങനെ ഗുൽമാർഗിലേക്ക് പോവുകയാണ്. ഗുൽമാർഗ് എന്നാൽ പൂക്കളുടെ മേട് എന്നറിയപ്പെടുന്ന ഒരു ഹിൽ സ്റ്റേഷനാണ്. കാശ്മീരിലെ ബാരാമുള്ള ജില്ലയിലെ ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. ഹിമാലയത്തിൻ്റെ പീർ പഞ്ചൽ പർവ്വതനിരയിലാണ് ഈ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. നമ്മളെല്ലാം ഈ ബാരാമുള്ള ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുള്ള സ്ഥലമാണ്. അവിടെ തീവ്രവാദി ആക്രമണങ്ങളെല്ലാം ഏതു സമയത്തും പൊട്ടിപ്പുറപ്പെടുന്ന അല്ലെങ്കിൽ അറ്റാക്ക് ഉണ്ടാവുന്ന ഒരു പ്രദേശമാണ്. സൈന്യവും തീവ്രവാദികളും തമ്മിൽ. അതുകൊണ്ട് ബാരാമുള്ള എപ്പോഴും പേപ്പറുകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലപ്പേരാണ്. ഇവിടേക്കുള്ള ബൈക്ക് സവാരി ഒരു രസകരമായ അതുപോലെ തന്നെ സാഹസിക അനുഭവം കൂടിയാണ് നമുക്ക് തരുന്നത്. അതിമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളും പർവ്വത മേഖലകളിലൂടെ യാത്ര ചെയ്യാനുള്ള ഒരു ഭാഗ്യവും ചേർന്നുള്ള യാത്രയാണിത്. ജമ്മു കാശ്മീരിലെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് ഗുൽമാർഗ്. മനോഹരമായ മലനിരകൾ, പച്ചപ്പുള്ള പുൽത്തകിടികൾ, മഞ്ഞുമലകൾ എന്നിവ കണ്ട് ആസ്വദിച്ചുള്ള യാത്ര നമുക്ക് നടത്താം. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 8700 അടി ഉയരത്തിലാണ് ഗുൽമാർഗ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടം സെപ്റ്റംബർ മുതൽ നവംബർ വരെ പ്രകൃതിയുടെ അത്ഭുതകരമായ പച്ചപ്പും കുറഞ്ഞ ചൂടുമായിരിക്കും. ഡിസംബർ മുതൽ മാർച്ച് വരെ മഞ്ഞുവീഴ്ച ഉണ്ടാവുന്ന പ്രദേശമാണ്. ശൈത്യകാലത്ത് മഞ്ഞുമൂടിയ ഗുൽമാർഗിലെ പ്രകൃതിദത്ത പുൽമേടുകൾ, വസന്തകാലത്തും വേനൽക്കാലത്തും ഡെയ്സിപ്പൂക്കൾ, മറ്റ് കാട്ടുപൂക്കൾ ധാരാളം കാണാം. ഇവിടെ ഞാൻ വഴിയിൽ വണ്ടി നിർത്തിയതാണ്. ചെറുതായിട്ട് ആൾക്കാർക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ബെഞ്ചൊക്കെ ഉണ്ടാക്കി. ഇവിടെ വെൽക്കം ടു ഗുൽമാർഗ് എന്നെഴുതിയ ഒരു ബോർഡും നമുക്ക് കാണാം. അത് കണ്ട് ഒരു 5 മിനിറ്റ് അവിടെ റെസ്റ്റ് ചെയ്ത് അവിടെ നിന്ന്, ഇതാണ് എൻ്റെ വണ്ടി, അവിടെ നിന്ന് വീണ്ടും യാത്ര തിരിച്ചു. പുൽമേടുകളും അതുപോലെ പാർക്കുകളും ചെറിയ തടാകങ്ങൾ, പൈൻ വനങ്ങൾ ഇവയെല്ലാം ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഗുൽമാർഗ്. ഇവിടെ നിന്ന് ട്രെക്കിംഗ് നടത്തി എത്താൻ പറ്റുന്ന ചെറിയ ചെറിയ കൊടുമുടികളെല്ലാം തന്നെയുണ്ട് അടുത്ത്. അതിലാണ് അഫർവത്ത് കൊടുമുടി എന്ന് അറിയപ്പെടും. അതിന് 14,000 അടി ഉയരമുണ്ട്. അതിൻ്റെ താഴ്വാരങ്ങളിൽ സ്കീയിങ്ങും മറ്റ് ശൈത്യകാല കായിക വിനോദങ്ങളും നടത്തുന്നുണ്ട്. ഇവിടെ എന്നെ തടഞ്ഞു നിർത്തിയേക്കാണ്. മിക്ക വണ്ടിക്കാരെയും തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. തടഞ്ഞു നിർത്തി അവർ ടൂറിസം ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള പൈസയാണിത്. ഗുൽമാർഗ് മറ്റേ ഇതിലെ പ്ലാസ്റ്റിക് കടലാസുകളും വേസ്റ്റുകളും ഒന്നും അവിടെ ഇടുന്നതൊക്കെ ക്ലീൻ ചെയ്തെടുത്ത് ക്ലീൻ പട്ടണമാക്കി മാറ്റുന്നു. അതുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് പൈസ മേടിക്കുന്നത് എന്നെല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ കേരളത്തിൽ നിന്ന് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതാണ്. ഞാനിങ്ങനെ പൈസ എല്ലായിടത്തും കൊടുത്താൽ എനിക്കത് ബുദ്ധിമുട്ടാണ്, തരാൻ പറ്റില്ല എന്നുള്ളൊരു തർക്കവും കാര്യങ്ങളൊക്കെ ആയി ഞങ്ങൾ സംസാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അവർ എൻ്റെ എവിടെ നിന്നാണ്, എങ്ങനെയാണ്, എത്ര ദിവസമായി യാത്ര, എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി. ലാസ്റ്റ് പൈസ ചോദിച്ചപ്പോൾ 20 രൂപ എന്ന് അവർ പറഞ്ഞു. എൻ്റെ കയ്യിലാണെങ്കിൽ 20 രൂപയില്ല. അപ്പോൾ ഞാൻ ഒരു 100ൻ്റെ നോട്ട് കൊടുത്ത് അതിനു വേണ്ടിയിട്ടുള്ള ബാക്കി പൈസ കിട്ടുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവരിപ്പോൾ തരുമായിരിക്കും.
അപ്പോൾ അങ്ങനെ അത് വെയിറ്റ് ചെയ്ത് അവർ എൻ്റെ വണ്ടിയും അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം ചോദിച്ച് ആ പയ്യനെ വിളിച്ച് അവനിൽ നിന്ന് ബാലൻസ് ചേഞ്ച് മേടിക്കുകയാണ്. ചേഞ്ച് മേടിച്ച് അവരിവിടെ ക്ലീനൊന്നും ആക്കണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വഴിയിലൊക്കെ നിറച്ച് പ്ലാസ്റ്റിക് ഉണ്ട്. ഇത് തട്ടിപ്പാണോ അതോ നല്ലതാണോ എന്ന് അറിയാൻ നമുക്ക് സാധിക്കില്ല. അവർ ഹിന്ദിയിലൊക്കെ എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്. എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ മനസ്സിലാക്കുന്നുമുണ്ട്. അപ്പോൾ അവർ തന്ന റെസീറ്റിൽ JK ഡെവലപ്മെൻറ്റ് ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്നെല്ലാം എഴുതിയിട്ടുള്ള ഒരു രസീതാണ് തന്നത്. അതെല്ലാം വായിച്ച് അവരോട് ടാറ്റ പറഞ്ഞ് അവിടുന്ന് പോവാണ്. ഈ ചെറുപ്പക്കാർ ചെയ്യുന്നത് നല്ല പ്രവൃത്തി ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ വേസ്റ്റ് മാനേജ്മെൻറ്റ് അവർ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ചെക്ക് പോസ്റ്റൊക്കെ വെച്ച് വണ്ടി തടയണമെങ്കിൽ അധികാരികളുടെ അറിവോടുകൂടിയായിരിക്കും. അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ പൈൻ മരങ്ങളുടെ വനപ്രദേശത്തെ കൂടെ ഉള്ള യാത്രയാണ്. ഗുൽമാർഗിൽ കുറച്ച് വീടുകൾ മാത്രമേ ഉള്ളൂ. 100-ൽ താഴെ കുടുംബങ്ങൾ മാത്രമാണ് ഇവിടെ വസിക്കുന്നത്. ഇവിടുത്തെ സ്ഥിരതാമസക്കാർ വളരെയധികം കുറവാണ്. ഭൂരിഭാഗവും താമസക്കാരും വിനോദസഞ്ചാരികളും അതുപോലെ തന്നെ ടൂറിസം വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരുമാണ് ഇവിടെ താമസിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ശൈത്യകാല കായിക വിനോദങ്ങളുടെ ഹൃദയഭൂമി എന്നാണ് ഗുൽമാർഗിനെ അറിയപ്പെടുന്നത്. ഇത് ഏഷ്യയിലെ തന്നെ മികച്ച സ്കീയിങ് ഡെസ്റ്റിനേഷനും കൂടിയാണ്. ശ്രീനഗറിൽ നിന്ന് താങ് മാർഗ് വഴിയാണ് ഞാൻ ഈ പട്ടണത്തിലേക്ക് എത്തിയത്. പൈൻ മരങ്ങൾ പോലെ തന്നെ ഫിർ എന്ന് പറഞ്ഞ ഒരു മരമുണ്ട്. ആ വനങ്ങളിലൂടെയും പൈനും ഫിറും വനങ്ങളിലൂടെയാണ് യാത്ര. ഇവിടുത്തെ ഈ പ്രദേശത്തെ നമുക്ക് വഴിയിലെല്ലാം കാണാം ഈ കാട്ടുചെടികൾ. ഇവിടെയെല്ലാം അതിൽ നല്ല കുതിരകളൊക്കെ മേഞ്ഞു നടക്കുന്നു. ആരെങ്കിലും വളർത്തുന്നതാണോ അതോ ഇവിടെ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നതാണോ എന്നൊന്നും അറിയില്ല. ഇവിടെ കുതിരകളുണ്ട്, അതിൽ നിറച്ച് പൂക്കളുമെല്ലാം ഉണ്ട്. സൈഡിലെല്ലാം ബോർഡുകൾ, ഇവിടുത്തെ ടൂറിസ്റ്റം ഹോട്ടലുകളുടെ എല്ലാം പരസ്യ ബോർഡുകളുമുണ്ട്. ഇടത്തെ സൈഡിൽ നല്ല വെള്ള നിറത്തോടു കൂടിയ ഒത്തിരി കാട്ടുചെടികൾ പൂത്തു നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ഞാൻ പോകുമ്പോൾ. അതും കണ്ട് ഇവിടുത്തെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും മുന്നോട്ട് പോവാം. ഇവിടെ പ്രശസ്തമായ ഒരു കേബിൾ കാർ സൗകര്യം ഉപയോഗിച്ച് യാത്ര ചെയ്യുന്ന ഒരു സൗകര്യം ഇവിടെയുണ്ട്. അഫർവത്ത് കൊടുമുടിയുടെ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ 14,000 അടി ഉയരമുള്ള ആ കൊടുമുടിയുടെ മുകളിലേക്ക് ഏകദേശം എത്താൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു കേബിൾ കാർ സൗകര്യമാണ്. ഇവിടെ ലോകത്തിലെ ഏറ്റവും വലിയ ഇഗ്ലൂ കഫേ സ്റ്റേഷനും ഈ ഭാഗത്തായിട്ട് ഉണ്ട്. 37 അടി ഉയരവും 45 അടി വ്യാസവും ഉള്ള ഒരേ സമയം 40 പേർക്ക് മാത്രം ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഇഗ്ലൂ കഫേ, അതായത് ഐസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കഫേയും ഇവിടെ ഇത് സ്ഥിതി ചെയ്യുന്നുണ്ട്. അത് ഞാൻ അന്വേഷിച്ച് നടക്കുകയാണ്. എനിക്ക് അതിൽ കയറണം. അതുപോലെ തന്നെ ഇവിടെ ഒരു മഹാറാണി ക്ഷേത്രമുണ്ട്. ഇത് ഗുൽമാർഗിലെ ശിവക്ഷേത്രമായി അറിയപ്പെടുന്നു. ഈ കാശ്മീരെല്ലാം ഭരിച്ചിരുന്ന മഹാരാജ ഹരിസിംഗ് തൻ്റെ ഭാര്യ മഹാറാണി മോഹിനി ബായ് സിസോദിയയ്ക്ക് വേണ്ടി പണി കഴിപ്പിച്ച 1900 കാലഘട്ടങ്ങളിൽ പണി കഴിപ്പിച്ചതാണ് ഈ ക്ഷേത്രം. ശിവൻ്റെയും പാർവതിയുടെയും പ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രത്തിൽ. അതുപോലെ തന്നെ ഇവിടെ ഒത്തിരി ഹിന്ദി സിനിമകളും മറ്റും ചിത്രീകരിച്ചിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ഈ ഗുൽമാർഗിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് നോക്കിയാലും നമുക്ക് ഈ ക്ഷേത്രം കാണാൻ സാധിക്കുന്ന ഒരു പ്രദേശത്താണ്. നമുക്കും അത് കാണാം. ഇടത്ത് സൈഡിൽ അത് ചെറുതായിട്ട് നമുക്കും അത് സൂക്ഷിച്ച് നോക്കിയാൽ കാണാവുന്നതാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. അതുപോലെ തന്നെ ഇവിടെ സെൻറ്റ് മേരീസ് ഒരു പള്ളിയുണ്ട് ഗുൽമാർഗിൽ. ഷെപ്പേർഡ്സ് താഴ്വരയിലാണ് ഈ സെൻറ്റ് മേരീസ് ചർച്ച് സ്ഥിതി ചെയ്യുന്നത്. ഇത് ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ചിരിക്കുന്നതാണ്. താഴ്വാരത്തിൽ പ്രക്ഷോഭം നടക്കുന്നതിനു മുമ്പ് ഇവിടങ്ങളിലെല്ലാം ഒത്തിരി വിദേശ സഞ്ചാരികളും അതുപോലെ തന്നെ തദ്ദേശീയരായ സഞ്ചാരികളൊക്കെ വളരെയധികം വന്നുപോയിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. പിന്നീട് ഈ കാശ്മീർ താഴ്വാരത്തിലെല്ലാം അശാന്തി പരന്നതോടെ ടൂറിസം തകർന്നു. ഇപ്പോൾ കുറച്ച് വർഷങ്ങളായി കാശ്മീർ താഴ്വാരം സമാധാനമായി പോകുന്നതുകൊണ്ട് വീണ്ടും ടൂറിസമൊക്കെ ഉണർവായി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് തിങ്കളാഴ്ചയായിട്ടുകൂടി കുറച്ച് ടൂറിസ്റ്റുകളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്.
ഈ ഗുൽമാർഗ് ടൂർ പാക്കേജുകൾ, പ്രത്യേകിച്ച് കാശ്മീർ ഏരിയയിലേക്ക്, കാശ്മീർ ഹണിമൂൺ പാക്കേജുകളെല്ലാം ഒത്തിരി നമ്മുടെ നാട്ടിൽ നിന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ 7 രാത്രി 8 ഡേ വരുന്ന പാക്കേജുകളൊക്കെ ധാരാളം കാണാം. അല്ലെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഈ പ്രദേശങ്ങളൊന്ന് കണ്ടിരിക്കണം. താമസിയാതെ തന്നെ ഈ വർഷമോ അടുത്ത വർഷമോ നിങ്ങൾ കാശ്മീരിലേക്കുള്ള യാത്ര പ്ലാൻ ചെയ്യണം. മെയ് മുതൽ സെപ്റ്റംബർ വരെയാണ് വേനൽക്കാല മാസങ്ങൾ. ഈ സമയത്ത് ചെറിയ രീതിയിലുള്ള മഴകൾ മാത്രമേ ഇവിടെ ഉണ്ടാവാറുള്ളൂ. നവംബർ മുതൽ ഫെബ്രുവരിയാണ് ശൈത്യകാലം. അങ്ങനെ യഥാർത്ഥ യാത്രകൾ നിങ്ങൾ പ്ലാൻ ചെയ്യണം. ശരിക്കുള്ള ജീവിതം കണ്ടുകൊണ്ട്, അത്ഭുതങ്ങൾ കണ്ടുകൊണ്ട്, പ്രകൃതിയെ ആസ്വദിച്ചുകൊണ്ട്, ഒരു അഡ്വഞ്ചറിൻ്റെ ത്രിൽ നുകർന്നുകൊണ്ട്, ആശ്ചര്യപ്പെട്ടുകൊണ്ടുള്ള ഒരു യാത്ര, അത് ഉറപ്പായും നിങ്ങൾ ചെയ്യണം. എന്നാലേ നമുക്ക് ഇതെല്ലാം ജീവിതത്തിൽ കണ്ട് മനസമാധാനത്തോടുകൂടി ശിഷ്ടകാലം നമുക്കിങ്ങനെ ജീവിക്കാം. നമ്മൾ കണ്ട കാര്യങ്ങളെല്ലാം നമ്മളെ മനസ്സിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇത് പുൽമേടുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ വിശാലമായ പുൽമേടുകൾ അങ്ങനെ കിടക്കുന്നു. വളരെ ഭംഗിയുള്ള പുൽമേടുകളാണിത്. ഞാൻ നേരത്തെ പറഞ്ഞ ആ കേബിൾ കാറിൽ നമ്മൾ കയറണം. വേൾഡിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയതും ഏറ്റവും നീളത്തിലുള്ള ഒരു കേബിൾ കാർ സൗകര്യമാണത്. അത് നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്ന് 14,000 അടി ഉയരത്തിലാണ് ഈ കേബിൾ കാർ സൗകര്യമുള്ളത്. അതുകൊണ്ട് എല്ലാവരും ഒരു ഫസ്റ്റ് ഫേസ് ചെന്നിറങ്ങി വീണ്ടും അവിടുന്ന് സെക്കൻഡ് ഫേസ്, അങ്ങനെ 2 ഫേസിൽ കൂടി 810 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. അത് ഉറപ്പായും നമ്മൾ പോകേണ്ട ഒരു സ്ഥലം തന്നെയാണ്, നമ്മൾ കാണണം. ഇതിൻ്റെ പേര് ഇവർ പറയുന്നത് ഗുൽമാർഗ് ഗൊണ്ടോള എന്നാണ്. ഈ ഗൊണ്ടോള നമ്മൾ കണ്ടിരിക്കണം. അതുകൊണ്ട് ഇവിടെയെല്ലാം നിങ്ങൾ ഉറപ്പായും വന്ന് ഇവിടെ ചെലവഴിച്ച് നമ്മുടെ ജീവിതത്തിലെ വലിയൊരു സൗഭാഗ്യമാണ് ഈ പ്രദേശത്തൊക്കെ സഞ്ചരിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ഉറപ്പായും നിങ്ങൾ ഇവിടെ വരണം. അങ്ങനെ ഇതെല്ലാം തന്നെ നമ്മൾ ഈ റോഡ് സൈഡിലൊന്നും അല്ല ഇത്. അപ്പോൾ നമുക്ക് റോഡ് സൈഡിൽ ഇങ്ങനെയുള്ള വീടുകളും പുൽമേടുകളും മാത്രമാണ് കാണാൻ പറ്റുകയുള്ളൂ. ഇവിടെയുള്ള ചെറിയ ചെറിയ ടൂറിസ്റ്റ് ഗൈഡുകളൊക്കെ ഉണ്ട്. അവരെ നമ്മൾ സമീപിക്കണം. അവർ നമുക്ക് ഒരു 10, 100, 200 കൊടുത്താൽ നമുക്ക് നഷ്ടമില്ല. അവർ നമുക്ക് പറഞ്ഞു തരും. കുതിര സവാരിയുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി വിനോദ ഉപാധികൾ ഈ ഭാഗത്തുണ്ട്. ഇയാളും കുതിരയും കൊണ്ട് പോകുന്നു ഒരേ ടൂറിസ്റ്റുകളെ പ്രതീക്ഷിച്ചുകൊണ്ട്. ടൂറിസ്റ്റുകൾ കുറവാകുമ്പോൾ ഇവരുടെയും ഈ ബിസിനസ്, അതുപോലെ ഈ കുതിര സവാരി നടത്തുന്നവരുടെ, അതുപോലെ തന്നെ ഈ ഹോട്ടലുകൾ നടത്തുന്നവരുടെ എല്ലാം തന്നെ ബിസിനസ്സിനെ ബാധിക്കും. ഇവിടെ ധാരാളം ഹോട്ടലുകളുണ്ട്. ഇവിടെ സ്റ്റേ രാത്രി ചെയ്യാൻ ടെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ടെൻ്റ് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന നിറയെ സൗകര്യങ്ങളുള്ള താഴ്വാരങ്ങളുണ്ട്. ഇവിടെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ അടുത്ത് തന്നെ പട്ടാളത്തിൻ്റെ വലിയൊരു കൻ്റോൺമെൻറ്റ്സ് ഒരു പ്രദേശം, അങ്ങനെ തന്നെ അവരെ ക്യാമ്പുണ്ട്. അവരെല്ലാം തന്നെ ഇവിടെ കനത്ത സെക്യൂരിറ്റിയും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ എവിടെ വേണമെങ്കിലും ഇങ്ങനെ റൈഡേഴ്സിന് ഈ പ്രദേശങ്ങളിലെല്ലാം ടെൻ്റ് അടിക്കാനും നല്ല സൗകര്യമുള്ള പ്രദേശങ്ങൾ ഈ റോഡിൽ നിന്ന് ഉള്ളിലേക്ക് പോയാൽ ധാരാളം ടൂറിസ്റ്റുകൾ എത്തിയിട്ടുണ്ട്. ഈ ഭാഗത്ത് പാർക്കിംഗ് ഏരിയയിലെല്ലാം തന്നെ ടൂറിസ്റ്റുകളുണ്ട്. ഒരു ഒഴിവ് ദിവസം അല്ലാതെ തന്നെ നിറയെ ടൂറിസ്റ്റുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ടെൻ്റ് അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ രാത്രികാലങ്ങളിൽ തണുപ്പ് ശക്തമാണ്. അത് താങ്ങാനുള്ള ഡ്രസ്സുകൾ, അല്ലെങ്കിൽ ആ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള ഡ്രസ്സുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമാണ് ഇവിടെ തങ്ങാൻ പാടുള്ളൂ. അങ്ങനെ ഒരു കാര്യം കൂടി പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. തണുപ്പ് ലേശം കൂടുതലാണ്. കാശ്മീരിൽ വന്ന് അവിടെ നിന്ന് 1 മണിക്കൂർ ബസ്സിലോ കാറിലോ ഇവിടേക്ക് എത്തിച്ചേരാവുന്നതാണ്. ചില സമയങ്ങളിലെല്ലാം ഈ ബാരാമുള്ള ജില്ലയിലുള്ള ഒരു പ്രദേശമായതിനാൽ ചില സമയങ്ങളിലെല്ലാം വഴിയിലൊക്കെ കനത്ത സെക്യൂരിറ്റി ചെക്കിങ്ങുകളും പരിശോധനകളെല്ലാം ഉണ്ടാവും നമ്മുടെ കാറുകളൊക്കെ ആയാൽ. അപ്പോൾ 1 മണിക്കൂർ എന്നുള്ളത് കുറച്ച് സമയം നീളാനും സാധ്യതയുണ്ട്. ഇതും കൂടി നമ്മൾ കണക്കിലെടുത്ത് വേണം ഇങ്ങോട്ട് വരാൻ. ഇവിടെ ഈ ചെറിയ പട്ടണപ്രദേശത്ത് പോലും
ഒരു 40-50ഓളം ഹോട്ടലുകളുണ്ട് ഈ പ്രദേശത്ത്. ടൂറിസ്റ്റ് സീസണായാൽ നമുക്കിവിടെ ഹോട്ടലുകളിൽ റൂം കിട്ടാൻ ബുദ്ധിമുട്ട് വരും. റൂമിൻ്റെ ചാർജൊക്കെ കൂടുതൽ വരും. ഈ നോൺ സീസൺ സമയത്ത് അങ്ങനെ ചാർജൊന്നുമില്ല. ഇവിടെ സൈഡിലൊന്ന് ഞാൻ പാർക്ക് ചെയ്തതാണ്. ഇവിടെ നല്ല ഭംഗിയുള്ള വയലറ്റ് പൂക്കൾ, കാട്ടുപൂക്കളൊക്കെ ഇവിടെ ധാരാളം ഉണ്ട്. ഇവിടെ ഒരു 400 രൂപ അല്ലെങ്കിൽ 500 രൂപ മുതൽ ഒരു 4000-5000 രൂപ ആ രീതിയിൽ തന്നെ ഇവിടെ റൂമുകൾക്ക് ചാർജ് ഈടാക്കുന്നുണ്ട്. പലതരം റൂമുകൾ ഈ പ്രദേശത്ത് നമുക്ക് കിട്ടും. നമുക്ക് ഈ താഴ്വാരങ്ങളിലെല്ലാം ടെൻ്റ് അടിക്കണം. ഞാൻ കഴിഞ്ഞ ഇതിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടെൻ്റ് അടിക്കാനും പറ്റുന്ന ഒരു പ്രദേശം കൂടിയാണിത്. ഈ 2010 ഇന്ത്യയിൽ നടന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇവിടെ ഒരു ഇനം നടത്തുമെന്നൊക്കെ പറഞ്ഞിരുന്നു. അത് നടന്നോന്നറിയില്ല. ഗോൾഫായിരുന്നു. ഗോൾഫിന് വലിയ ഗ്രൗണ്ടുകളെല്ലാം തന്നെ ഇവിടെയുള്ള പ്രശസ്തമായ നല്ല ഇൻ്റർനാഷണൽ നിലവാരത്തിലുള്ള ഗോൾഫ് കോഴ്സുകളൊക്കെ ഇവിടെ നടക്കുന്ന സ്ഥലമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ പട്ടാളത്തിന് ഒരു ക്യാമ്പുണ്ട്. 1999 നമ്മുടെ പാകിസ്ഥാനുമായുള്ള കാർഗിൽ യുദ്ധത്തെ തുടർന്ന് ഇന്ത്യൻ സൈന്യത്തിന് തന്ത്രപരമായുള്ള ഒരു പ്രദേശമാണ് ഇവിടുന്ന്. ഇത് ഈ തന്ത്രപരമായിട്ടുള്ള പ്രധാനമുള്ള ഒരു പോയിൻ്റായി ഈ ഗുൽമാർഗ് പ്രവർത്തിക്കുന്നു. നല്ല ശൈത്യകാലത്ത് ഇവിടേക്ക് അങ്ങനെ എത്തിച്ചേരാൻ സാധിക്കില്ല. കാരണം വഴിനീളെ മഞ്ഞ് വീണ് റോഡെല്ലാം നമുക്ക് സഞ്ചാര യോഗ്യമാവാത്ത വിധത്തിൽ അടഞ്ഞു കിടക്കും. അതുകൊണ്ട് നല്ല ശൈത്യകാലത്ത് ഇവിടേക്ക് അങ്ങനെ ടൂറിസ്റ്റുകൾ വരാനോ വണ്ടികൾ വരുവാനൊന്നും സാധിക്കില്ലാത്തൊരു പ്രദേശം കൂടിയാണ്. അപ്പോൾ ഗുൽമാർഗിലെ വിശേഷങ്ങളെല്ലാം അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.